ഹലോ, അങ്ങനെ താരൻ്റെ പ്രശ്നം ദേ വീണ്ടും എൻ്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെനിക്ക് ഒത്തിരിയൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് വരാറുണ്ട്. ഇതിനെ ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് കളയാറുമുണ്ട്. അപ്പോൾ അത് ഇതിനു മുൻപും ഞാൻ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒന്ന് വേറെ ഹെയർ പാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദേ ഇതാണ് എൻ്റെ തലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും താരനാണ്, അമ്മാതിരി ചൊറിച്ചിലാണ്. പിന്നെ ഹെയർ ഫോൾ എന്ന് വെച്ചാൽ അത്രയ്ക്കും മുടി കൊഴിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ താരൻ വരുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും, നന്നായിട്ട് മുടി കൊഴിയും. അപ്പോൾ എനിക്ക് ഒരു രണ്ടാഴ്ചയെന്ന് പറയാം കേട്ടോ, 2 ആഴ്ച കൊണ്ട് ഞാൻ നാട്ടിലാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും, ഷിഫ്റ്റ് ആയപ്പോഴത്തേക്കും മര്യാദയ്ക്ക് ഹെയർ നോക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ പനിയുടെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആകെ എന്താ പറയുക, ഈ ഒരു 2 വീക്സിനുള്ളിൽ ഒരു 2 ദിവസമൊക്കെ ഹെയർ വാഷ് ചെയ്തിട്ടുള്ളൂ. പേടിച്ചിട്ടാണ് കേട്ടോ, പനി വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്താ പറയുക, മര്യാദയ്ക്ക് ഹെയർ ചീകിയിട്ടുണ്ടായിരുന്നില്ല, അതായത് ജടയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇട്ടിട്ട് എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ ദേ ഇതുപോലെ ആയിട്ടോ, അതായത് താരൻ നന്നായിട്ട് വന്നു. മര്യാദയ്ക്ക് ഞാൻ ഹെയർ നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് താരൻ വരും. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ നന്നായിട്ട് താരൻ എത്തിയിട്ടുണ്ട്. ചൊറിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ദേ കുഞ്ഞിപ്പെണ്ണ് ഇവിടുന്ന് ഓടിച്ചാടി വന്നിട്ടുണ്ട്. ആളവിടെ തലേണയുടെ കവറൊക്കെ ഇട്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അതായത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചീർപ്പ് വെച്ചിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അധികം വേദനിക്കുന്ന രീതിക്കൊന്നും ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ടാണ് ഞാൻ ഇന്നത്തെ പാക്കിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതിന് മുൻപായിട്ട് മുടിയുടെ ആ ഒരു മുടിയുടെ ലെങ്തിലേക്ക് ഞാനൊന്ന് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതായത് ഞാൻ ഇപ്പം കുറേ നാളായിട്ട് ഓയിലും കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഹെയർ വാഷും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓയിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയുടെ ലെങ്തിലേക്ക് ഞാനൊന്ന് ഓയിലിട്ട് കൊടുത്തു. അതിന് ശേഷമാണ് ഇനി പാക്കിടാൻ പോകുന്നത്. അപ്പം ഇതാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡാൻഡ്രഫിൻ്റെ പാക്കെന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലെന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തലയിൽ ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിലേക്ക് ഓയിൽ പ്രത്യേകമായിട്ട് വെച്ച് കൊടുക്കണില്ല കേട്ടോ. ഇതിൽ നന്നായിട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലേക്ക് ഇനി പ്രത്യേകമായിട്ട് ഇതിടുന്നതിന് മുൻപായിട്ട് ഓയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ തന്നെ ഈ ഒരു പാക്ക് അങ്ങിട്ട് കൊടുക്കാം. അപ്പം ഞാനിത് സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളെന്താ പറയുക, നിങ്ങൾ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു ക്വാണ്ടിറ്റി എത്ര വേണോ അത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ ആ ഒരു പാക്ക് എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം കേട്ടോ. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അവസാനം കാണിക്കുമ്പോഴത്തേക്കും മനസ്സിലാകും എത്രത്തോളം എഫക്റ്റീവാണെന്നുള്ളത്. അപ്പം ഞാൻ സ്കാൽപ്പ് ഫുള്ളായിട്ട് ഇപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ്സ് നമുക്ക് വെച്ചേക്കാം. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, നന്നായിട്ട് ഷാമ്പു ഇട്ടിട്ട് കഴുകണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ ചെയ്ത് കൊടുക്കുന്ന പാക്കും അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ ഷാമ്പൂസാണ്, താളിയാണെങ്കിലും എന്താണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഇട്ടിട്ട് നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ആക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് മുടിയുടെ ലെങ്തിലേക്ക് കാര്യങ്ങളിലേക്കൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ മാത്രം മതിയാകും. ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാൻ ഒരു ഈവനിങ് ടൈമിലാണ് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെയർ ഉണങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും നൈറ്റായി കേട്ടോ. അപ്പം എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ കിട്ടത്തില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ആ ഒരു ഷേപ്പ് കൊണ്ട് അതുപോലെ തന്നെ ആക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടാണ് കേട്ടോ, വളരെ കുറച്ചാണ് ആ ഒരു ഡാൻഡ്രഫ് എനിക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി
ഓക്കെ നന്നായിട്ട് സ്കാൽപ്പ് ക്ലീൻ ആയിട്ടുണ്ട്. ആ ഒരു ഡാൻഡ്രഫ് ഒരു എന്താ പറയുക ഒരു 99% പോയിട്ടുണ്ട്. വെറും 1% ഇനി എൻ്റെ സ്കാൽപ്പിൽ ഉള്ളതെന്ന് പറയാം. എൻ്റെ ആ ഒരു ചൊറിച്ചിലെ കാര്യങ്ങൾ നന്നായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ മുടി കൊഴിഞ്ഞത് ഇന്നലെ ഹെയർ വാഷ് ചെയ്തപ്പോൾ നല്ലോണം മുടി കൊഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഇന്നത്തെ ഡേയിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മുടി അധികം കൊഴിഞ്ഞിട്ടില്ല. എൻ്റെ ആ ഒരു നോർമൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഹാപ്പിയായി. ഒറ്റത്തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ ഡാൻഡ്രഫ് ആണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ടത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം എൻ്റെയൊക്കെ ഒരു ഇതിലാണെങ്കിൽ നന്നായിട്ട് എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനി ഒരു തവണ ഇട്ടിട്ട് അത് കംപ്ലീറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 തവണയും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 1 ഡേ ഇടവിട്ടിട്ട് ഒരു 2 ദിവസവും കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പ് ക്ലീൻ ആയി കിട്ടും, ഡാൻഡ്രഫ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇനിയിപ്പം എൻ്റെ ഒരു 1% കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതായത് വളരെ കുറച്ച് പൊടികൾ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ആ ഒരു സംഭവത്തിനെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തവണയും കൂടി ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യും. ആ ഒരു തവണയും കൂടി ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും എൻ്റെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവർ കയറി കണ്ടു നോക്കാം കേട്ടോ.